ആരോവിങ്സ് അക്കാഡമിയിലെ ഡിപ്ലോമ ഇൻ MEP BIM എന്ന കോഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒത്തിരി സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് വരാറുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് ആരോവിങ്സ് അക്കാഡമിയിലെ എക്സ്പേർട്ട് ഫാക്കൽറ്റി അനസാറാണ്. ഹായ് സർ. ഹായ്. ശോഭി പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡൻസിനുള്ള ഡൗട്ട് സെക്ഷനും അവരുടെ ക്വയറികളും ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ക്ലിയർ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു MEP BIM എന്ന കോഴ്സ് എത്രത്തോളം പ്രാക്ടിക്കലാണ്? ഈ ഒരു കോഴ്സ് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും? വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ബേസിക്കലി ഈ കോഴ്സ് +2 കഴിഞ്ഞ എല്ലാവർക്കും, അതുകൂടാതെ തന്നെ ITI, ഡിപ്ലോമ, BTech ഹോൾഡേഴ്സിനും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന കോഴ്സാണ്. ഈ ഒരു കോഴ്സിൽ നമുക്ക് മെയിനായിട്ട് +2 മതി ക്വാളിഫിക്കേഷൻ. ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആയി പറയുന്നുണ്ടെങ്കിലും ടെക്നിക്കൽ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അതുകൂടാതെ തന്നെ ഹാൻഡ്സ് ഫ്രീ ലേണിംഗിന് താല്പര്യമുള്ളവർക്കും ഈ കോഴ്സ് സ്മൂത്തായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒന്നാണ്. MEP എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് സിലബസ് വൈസ് കവർ ചെയ്യുന്നത്? MEP എന്ന് പറയുന്ന പേര് ഡിനോട്ട് ചെയ്യുന്നത് പോലെ അതിൽ വരുന്നതാണ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, അതുകൂടാതെ തന്നെ ഒരു ഫയർ ഫൈറ്റിംഗ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ സൈഡിൽ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് HVAC, ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് മെക്കാനിക്കൽ വരുന്നത്. ഇനി ഇലക്ട്രിക്കൽ വരാണെങ്കിൽ തന്നെ ഇലക്ട്രിക്കൽ ലേഔട്ട്, DB സെലക്ഷൻ, അതിൻ്റെ പവർ ലേഔട്ട്, അതിൻ്റെ ഷെഡ്യൂള്, അതിൻ്റെ ലോഡ് കാൽക്കുലേഷൻ, ഇതെല്ലാമാണ് ഇലക്ട്രിക്കൽ സൈഡിൽ വരുന്നത്. പ്ലംബിങ്ങിൽ വരുമ്പോൾ നമുക്ക് നോർമലി നമ്മൾ വീട്ടിൽ തന്നെയുള്ള കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പൈപ്പ്, ഡ്രെയിനേജ്, വാട്ടർ പൈപ്പ്, അതിൻ്റെ കാൽക്കുലേഷൻ, ലോഡ് കാൽക്കുലേഷൻ, പിന്നെ അതുകൂടാതെ തന്നെ സാനിറ്ററി, ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ നമുക്ക് ഫയർ ഫൈറ്റിംഗ് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഫയർ ഫൈറ്റിങ്ങിൽ വരുമ്പോൾ നമുക്ക് സ്പ്രിംഗ്ലർക്ക് കാൽക്കുലേഷൻ, സ്പ്രിംഗ്ലർ, സ്റ്റാൻഡ് പൈപ്പ് സിസ്റ്റം, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് ഫയർ ഫൈറ്റിങ്ങിലും വരുന്നത്. MEP BIM എന്ന കോഴ്സിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്? MEP BIM-ൽ വരുമ്പോൾ 13 പരം സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ സോഫ്റ്റ്വെയറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിട്ടുള്ള AutoCAD, Navisworks, BIM 360, Dynamo, പിന്നെ കൂളിംഗ് ലോഡ് കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന HAP, ബേസിക് ആയിട്ടുള്ള Excel, ഇത്തരം സോഫ്റ്റ്വെയറുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയും സോഫ്റ്റ്വെയറുകളുണ്ട്. MEP BIM എന്ന കോഴ്സിൽ ഇത്രയും സോഫ്റ്റ്വെയർസ് അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കൂടുതൽ സോഫ്റ്റ്വെയർ അറിയണോ? ഇതിനെക്കുറിച്ചിട്ടൊരു തെറ്റിദ്ധാരണ ഉണ്ട്. നമുക്ക് AutoCAD എന്ന് പറഞ്ഞാൽ ബേസിക് സോഫ്റ്റ്വെയർ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള കൺസെപ്റ്റാണ് പലരുടെ മൈൻഡിൽ. പക്ഷേ AutoCAD വരുമ്പോൾ അത് മാനുവലി ആണ്. നമ്മൾ ഓരോ കാൽക്കുലേഷനും, ലോഡ് കാൽക്കുലേഷൻ ആയാലും എന്തിൻ്റെ കാൽക്കുലേഷൻ ആയാലും മാനുവലാണ് ചെയ്തു വന്നിരുന്നത്. ഇപ്പോൾ ടെക്നോളജി ഇത്രയും വളരുമ്പോൾ നമുക്ക് ഇത്ര ഒപ്റ്റിമൈസേഷൻ, ടൈം, ഡ്യൂറേഷൻ, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ നിർബന്ധമായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എല്ലാ സോഫ്റ്റ്വെയർ അറിഞ്ഞിരുന്നാൽ ഇറ്റ്സ് ബെറ്റർ ഫോർ യുവർ കരിയർ ഗ്രോത്ത്. ഈ ഒരു കോഴ്സിന് പ്രീവിയസ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ ഒരു കോഴ്സ് പഠിക്കാൻ പ്രീവിയസ് എക്സ്പീരിയൻസ് നിർബന്ധമില്ല. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സിലൂടെ ഓരോ ലൈവായിട്ടുള്ള 2 പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ആ 2 പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് ആ ഒരു പ്രൊജക്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കാരണം തന്നെ നമുക്ക് ഏതൊരു ഇൻ്റർവ്യൂവിന്, ഇപ്പോൾ കൺസൾട്ടൻറ്റ്, കോൺട്രാക്ടിങ് കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ ആവശ്യം ആക്ച്വലി വരുന്നില്ല. ഇല്ല, വരുന്നില്ല. ഇപ്പൊ AI കാലഘട്ടമാണല്ലോ. അപ്പൊ ഈ AI വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് MEP ഫീൽഡിനെ ബാധിക്കുമോ? പലരുടെയും ഒരു കൺസേൺ ആണ്, AI വരുമ്പോൾ MEP ഫീൽഡിലുള്ള ജോലി സാധ്യതകൾ കുറയോ, AI റീപ്ലേസ് ചെയ്യോ? ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ AI എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു എളുപ്പമാക്കും, നമ്മളുടെ ഒരു ടൈം ഡ്യൂറേഷൻ കുറക്കും. നമ്മളെ വർക്കിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ടൈം ഡ്യൂറേഷൻ കുറച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരിക്കലും മാൻ പവറിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ AIനെ കൊണ്ട് സാധിക്കില്ല. അത് എറർ ഡിറ്റക്ഷൻ ആയാലും എന്ത് തന്നെ ആയാലും AIയുടെ ഒരു സാന്നിധ്യം ഹെൽപ്ഫുള്ളാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് മാൻ പവറിന് റീപ്ലേസ്മെന്റ് ഒരിക്കലും ഈ ഫീൽഡിൽ വരുന്നില്ല. ഈ MEP ഡ്രാഫ്റ്റിംഗ് അതുപോലെ BIM മോഡലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരുന്നത്? MEP ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ 2D ഡ്രോയിങ്. BIM മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 3D ഇംപ്ലിമെന്റേഷൻ. BIM എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം തന്നെ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. ഒരു ബിൽഡിംഗ് പണിയിൽ തൊട്ട് അതിൻ്റെ എല്ലാ സർവീസസും ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ക്ലാഷ് ഡിറ്റക്ഷൻ വരെ കണ്ടെത്തി അത് സൈറ്റിൽ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ത്രൂ ഔട്ട് ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേന്ന് വെച്ചാൽ AutoCAD ഡ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ അത് ഡ്രാഫ്റ്റിംഗ് ആണ്, ജസ്റ്റ് ഒരു 2D ഡ്രോയിങ്ങിൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അത് നമുക്ക് ഫ്യൂച്ചറിൽ വരുമ്പോൾ ക്ലാഷ് ഡിറ്റക്ഷനും മറ്റു കാര്യങ്ങളും പോസിബിൾ അല്ല. അത് സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ക്ലാഷ് ഡിറ്റക്ഷൻ നമ്മളത് ചേഞ്ച് ചെയ്യുക. ബട്ട് ഇറ്റ്സ് 3D മോഡലിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ ക്ലാഷ് ഡിറ്റക്ഷനും കൊളാബറേഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും BIM മോഡലിംഗ് ത്രൂ. ഈ ഡ്രാഫ്റ്റിംഗും മോഡലിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊരു സ്റ്റുഡൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും? പെട്ടെന്ന് നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. മോഡലിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ 3D ഇംപ്ലിമെൻറ്റേഷൻ, ഡ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ 2D ഡ്രോയിങ്.
അതാണ് ഡിഫറൻസ് മെയിൻലി വരുന്നത്. ഈ MEP BIM എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും? നമുക്കൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വരുമ്പോൾ, ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോൾ 3 സെക്ഷനാണുള്ളത്: ക്ലയൻറ്റ്, കൺസൾട്ടൻ്റ് ആൻഡ് കോൺട്രാക്റ്റിംഗ്. ഈ ഒരു കൺസൾട്ടൻ്റ് ആൻഡ് കോൺട്രാക്റ്റിങ്ങിലാണ് നമുക്ക് 7ഓളം ഓപ്പർച്യൂണിറ്റീസ് വർക്കിങ്ങിലായിട്ട് വരുന്നത്. ഒരു 7 ജോബ് റോൾസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഏതൊക്കെയാണ്? 7 ജോബ് റോൾസ് മെയിൻലി വരുന്നത് പ്ലാനിങ്, ഡിസൈനിങ്, ഡ്രാഫ്റ്റിംഗ്, എസ്റ്റിമേഷൻ, സൈറ്റ് എറക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ആൻഡ് ലാസ്റ്റ്ലി വരുന്നത് മെയിൻ്റനൻസ് ഫീൽഡ് ആണ്. അപ്പോൾ ഈ 7 ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നിലവിലുണ്ട്. MEP BIM പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ്? പലരുടെയും തെറ്റിദ്ധാരണയാണ് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഈ MEP കോഴ്സ് ഫീൽഡിൽ അല്ലെങ്കിൽ MEP ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണം എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് സർട്ടിഫിക്കേഷനെക്കാട്ടിലുപരി നമുക്ക് വേണ്ട സ്കില്ല്, നമുക്ക് വേണ്ട നോളജ് അത് അക്വയർ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആരോവിങ്സ് അക്കാഡമിയുടെ യുണീക്നെസ് എന്തൊക്കെയാണ്? മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ 13 പരം സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആൻഡ് ഈവൻ ജോബ് പ്ലേസ്മെൻറ്റ് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഒരു MEP ഫാക്കൽറ്റി എന്ന നിലയിലുള്ള അഡ്വൈസ് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ MEP എന്ന് പറഞ്ഞൊരു വൈഡ് റേഞ്ച് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു പ്രത്യേക ജോബിലേക്ക് ഫോക്കസ് ചെയ്തിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഡിസൈനർ ആവണം, MEP ഡിസൈനർ ആവണം, അങ്ങനെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. നമുക്ക് ആദ്യം കിട്ടുന്ന ജോലി ഏതാണോ, ഇപ്പോൾ സൈറ്റ് സൂപ്പർവൈസർ ആയാലും ഡിസൈനിങ് ആയാലും മെയിൻ്റനൻസ് ഫീൽഡിലായാലും ഏതാണോ ആദ്യം കിട്ടുന്ന ജോബ് അതിൽ കയറി എക്സ്പീരിയൻസ് ആയി ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ആഗ്രഹമുള്ള ജോലിയിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഞാൻ പറയുന്നത്. ബാക്കി എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻലി ഒരു ജോബ് ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ട ജോബ് കിട്ടുന്നത് വരെയുള്ള ആ ഒരു ഫീൽഡിലേക്കുള്ള ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ്, ലിമിറ്റഡ് ആണ്, ജോബ് ഓപ്പർച്യൂണിറ്റി ലിമിറ്റഡ് ആവും. ആസ് എ ഡിസൈനർ ആവണമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഡിസൈനിങ് ജോബ് ഇൻ്റർവ്യൂ മാത്രമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുക, ബാക്കിയുള്ള ഇൻ്റർവ്യൂക്ക് ഞാൻ ഫോക്കസേ ചെയ്യില്ല. അപ്പോൾ വരുമ്പോൾ നമുക്ക് എന്താ, ജോബ് ഓപ്പർച്യൂണിറ്റി അവിടെ ലിമിറ്റഡ് ആവും. അത് നമുക്ക് കരിയർ ഗ്രോത്ത് ഒരിക്കലും നൽകുന്നതല്ല. MEP BIM-നെ കുറിച്ച് നമ്മുടെ ഫാക്കൽറ്റി പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഇതിനെക്കുറിച്ചും ഈ ഒരു MEP ഫീൽഡിനെ കുറിച്ചും ഇതിൻ്റെ കരിയറിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.